എല്ലാവർക്കും എങ്ങനെ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാമെന്നറിയാം. നമുക്ക് ഇൻവിസിബിൾ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ വള, നിങ്ങളിട്ട് അതിനൊരു പേര്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്ക് ഇതിന് ആദ്യം വേണ്ടത് ഈ മെമ്മറി വയറാണ്. ഇത് നമുക്ക് കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ കളറിലും കിട്ടും, അതുപോലെ ഗോൾഡൻ കളറിലും കിട്ടും. അത് വേറെ വേറെ സൈസിലും നമുക്ക് കിട്ടും. അത് നമുക്ക് എങ്ങനെയാണ് വളയുടെ സൈസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഈ കട്ട് ചെയ്ത വയറിൻ്റെ കൂടെ നമുക്ക് വേറെ എന്താ വേണ്ടത്, ഈ ബീഡ്സ് കണ്ടോ, ഈ ബീഡ്സ് നമുക്ക് വീട്ടിലുള്ളത് എടുക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ബീഡ്സ് കിട്ടും. അതുപോലെ തന്നെ ഈ ചെറിയ ഗോൾഡൻ ബീഡ്സുകളുണ്ടെങ്കിൽ നമുക്ക് മിസ്മാച്ച് ചെയ്തിടാം. പിന്നെ അതിൻ്റെ എൻഡിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഗ്ലൂ. അത് B7000. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഇതിന് മാത്രമല്ല വളരെയധികം ഉപയോഗമുള്ളതാണ്. നല്ല രീതിയിൽ അത് സ്റ്റിക്കായിരുന്നോളും. നമുക്ക് ഓരോ മുത്തായിട്ട് നമ്മളിങ്ങനെ ത്രെഡിൽ ബീഡ്സ് കോർക്കണ പോലെ തന്നെ നമുക്കിഷ്ടമുള്ള കോമ്പിനേഷനിൽ ഇപ്പം ഞാൻ ഒരു ബ്ലാക്ക് ഗോൾഡൻ റെഡ് കോമ്പിനേഷനിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഏത് ഡ്രസ്സിൻ്റെ മാച്ചിന് കോളേജിൽ പോകുമ്പോഴോ ഓഫീസിൽ പോകുമ്പോഴോ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ഇട്ട് പോകാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് അധികം കാശ് ചിലവില്ലാണ്ട് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഞാൻ ആ ക്രിസ്റ്റൽ ബീഡുകളുടെ കൂടെ തന്നെ 2 ചെറിയ ഗോൾഡൻ ബീഡുകൾ കൂടെ 2 സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ കോമ്പിനേഷൻ നിങ്ങളുടെ ഡ്രസ്സ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റി കൊടുക്കാം. അതുപോലെ ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെമ്മറി വയർ നമ്മുടെ കയ്യിൽ കുത്താതിരിക്കാൻ വേണ്ടി 2 എൻഡിൽ ഞാൻ ആ ചെറിയ ഗോൾഡൻ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഗോൾഡൻ ബീഡ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഏത് കളർ കോമ്പിനേഷനുള്ളതിൻ്റെ ചെറിയ സൈസ്, നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ചെറിയ സൈസ് 2 എൻഡിലും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ എക്സസ് ഗ്ലൂ വരുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ആ സമയത്ത് തന്നെ എക്സസ് ഗ്ലൂ റിമൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇവിടെ ഒട്ടി പിടിച്ചിരിക്കും. അതുപോലെ നമുക്ക് ഒന്നെങ്കിൽ ഇതിനെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ബീഡ്സിന് വിടാം. ഞാനിതിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്ലൂ ബാങ്കിലെ സെൻറ്റർ വരുന്ന പോലെ നോക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബീഡ് തള്ളി നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒട്ടിയിരുന്നോളും. അതുപോലെ ഏതെങ്കിലും ബീഡ് മൂവ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കീഴ് എത്ര ദൂരത്തേക്ക് വരുന്നത് നോക്കിയിട്ട് നമ്മൾ അവിടെയും കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ നിന്ന് മൂവ് ആവില്ല. ഈ ബീഡ്സ് ഫ്രീ ആയി വിടണോ അല്ലെങ്കിൽ സ്റ്റിഫാക്കി നിർത്തണോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഒരു ബ്രേസ്ലെറ്റ് റെഡിയാക്കിയത്. ഇതേപോലെ തന്നെയാണ് ഡബിൾ ലെയറിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന രീതി. ചെറിയ 1-2 സ്റ്റെപ്പ് മാത്രമേ അധികമുള്ളൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യൂ.